അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ പലപ്പോഴും മസലകളൊക്കെ പറയുമ്പോ ഹദീസുകളൊക്കെ തെളിവ് പറയണ കേൾക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഹദീസുകളിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടാണോ അതോ ഇമാമിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാമുകൾ പറഞ്ഞു, അവർക്കാണ് തെളിവ് അറിയാം. നമുക്ക് വാസ്തവത്തിൽ തെളിവ് വളരെ കുറച്ചേ അറിയുള്ളൂ. ഇനി നമ്മളൊരു തെളിവ് പറഞ്ഞാൽ തന്നെ ചിലപ്പോ ആ തെളിവിന്റെ വരുംവരായികകൾ അതിന്റെ അപ്പുറം മറുവശങ്ങളൊക്കെ വേറെ ഇതിന് വിരുദ്ധമായത് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഒരു മതവിധിയും കണ്ടെത്താൻ യോഗ്യരായ ആളുകളല്ല. കാരണം അതിന് ധാരാളം നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠം ഉണ്ടാകണം. ഒരു വിഷയം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ പ്രസ്താവനകൾ ഏതൊക്കെ വന്നിട്ടുണ്ട് എന്നത് മനസ്സിലാക്കണം. ആ പ്രസ്താവനകളിൽ തന്നെ ആദ്യം ഏത് പിന്നെ ഏത് എന്നതും മനസ്സിലാവണം. മനസ്സിലായോ? അത് മനസ്സിലാവില്ലെങ്കിലും പ്രശ്നമാവും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഖുർആനില് നമുക്കറിയാലോ മദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് 3 പരാമർശങ്ങളുണ്ട് ഖുർആനിൽ. ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത് മദ്യത്തിൽ ഉപകാരമുണ്ട്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും തങ്ങളോട് അവർ ചോദിക്കും നബിയെ, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറും വമനാഫിഉ ലിന്നാസ്, അതിൽ കുറെ ഉപദ്രവമുണ്ട്, കുറ്റമുണ്ട്, അതേപോലെ ധാരാളം ഉപകാരമുണ്ട്. ഉപദ്രവമാണ് കൂടുതൽ എന്ന് മാത്രം. ഒരു സ്ഥലത്ത് അത്രയേ ഖുർആനിലുള്ളൂ. അപ്പൊ ഉപകാരമുണ്ട് ഉപദ്രവമുണ്ട്. ഒരാൾ ഉപകാരം പരിഗണിക്കണമെങ്കിൽ ഓരെന്താക്കി അതനുസരിച്ച് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നാണല്ലോ അവിടുന്ന് വരിക. ആ സമയത്ത് വേറൊരായത്തിൽ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയണത് വലാ തഖറബുസ് സലാത്ത വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ച അവസ്ഥയിൽ അതിന്റെ ഹാങ് ഓവർ മാറുന്നതിന് മുമ്പ് നിസ്കരിക്കരുത്. അപ്പൊ നിസ്കാരത്തിന്റെ അടുത്ത സമയത്ത് കള്ളുടിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, പൂശാം എന്നാണ് അതിന് മനസ്സിലാവുക. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പിന്നെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ ഈ മദ്യം പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണം, അത് പൈശാചിക ദുർവൃത്തിയിൽപ്പെട്ടതാകുന്നു. അപ്പൊ ഇതിൽ ആദ്യം ഇറങ്ങിയത് ഏത്, രണ്ടാമത് ഇറങ്ങിയത് ഏത്, മൂന്നാമത് ഇറങ്ങിയത് ഏത് എന്ന് നിർവചിച്ച് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കില്ലെങ്കിൽ ഇന്നും കള്ളുകൂടി കുഴപ്പമില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ പെട്ടുപോയില്ലേ. അതുകൊണ്ട് തെളിവുകൾ ഒരു ഹദീസ് കണ്ടാൽ തന്നെ ആ ഹദീസിന്റെ പശ്ചാത്തലം എന്ത്, അത് എപ്പോ ഇറങ്ങി എന്നതൊക്കെ മനസ്സിലാക്കിയ ഇമാമുകൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കി തരാൻ സാധിക്കും. അതുകൊണ്ട് തെളിവുകൾ ഹദീസുകളിൽ നിന്ന് തെളിവ് പിടിച്ചുകൊണ്ട് ഒരു മസ്അലയും നമ്മൾ പറയാറില്ല. മറിച്ച് പറഞ്ഞ മസ്അലക്ക് ഇന്ന തെളിവ് ബാധകമാണെന്ന് ഇമാമുകൾ പറഞ്ഞത് അതൊരു മേമ്പൊടി എന്ന രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. അതിനോട്ട് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഒറ്റ ഹദീസൊന്നും ഒരായത്തൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരു നിയമവും കണ്ടെത്തില്ല, കണ്ടെത്താൻ പാടുമില്ല. അതാണ് അതിന്റെ നിയമം എന്ന് സൂചിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.